സോ ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാ ആളുകളും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ മൈൻഡ്രോയിഡ് ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ സെക്കൻഡ് ആണെന്ന് കഴിഞ്ഞ മൺഡേ നമ്മൾ ബേസിക് ആയിട്ട് ഗോൾ സെറ്റിംഗ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയും ഇതിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന 4 ട്രെയിനേഴ്സിനെ നിങ്ങൾ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിലൊരു ട്രെയിനറും ഇമ്പോസ്റ്റർ സിൻഡ്രോം കോച്ചുമായിട്ടുള്ള മിസിസ് ഫെബിനാണെന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ നമ്മളിതുവരെ ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കായിരുന്നു ഇമ്പോസ്റ്റർ സിൻഡ്രോം. ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്നുള്ള വാക്ക് ഫസ്റ്റ് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ എഫ് ടൈപ്പ് ചെയ്തേ. ഇതിന് മുന്നേ കേട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ, ഇതിന് മുമ്പ് കേട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ, അവർക്ക് ഫെമിലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, എച്ച് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് കേൾക്കുന്ന ആൾ എന്ത് ചെയ്യാം, എഫ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, നസ്രുദ്ദീന് ഫസ്റ്റ് ആണ് കേൾക്കുന്നത്, ഇസാം ഇബ്രാഹിം ഫസ്റ്റ് ആണ് കേൾക്കുന്നത്, മജീദ് സാർ ഫസ്റ്റ് ആണ് കേൾക്കുന്നത്, ഇർഷാദ് ഫസ്റ്റ് ആണ് കേൾക്കുന്നത്, അങ്ങനെ സജീദ് സാർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഒരു വാക്ക് തന്നെ ഫസ്റ്റ് കേൾക്കുകയാണ്. അപ്പൊ എന്താണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം, അതിന്റെ ഒരു ബേസിക് കാര്യങ്ങളും അതേപോലെ ഇന്നത്തെ സബ്ജക്റ്റും ഒക്കെ നമ്മളൊരു അരമണിക്കൂറിനുള്ളിൽ നമ്മളിത് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പൊ ഞാൻ നിങ്ങളെ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. സെഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഫെബിൻ മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നതോട് കൂടെ തന്നെ ഈ പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ആളുകളെയും മൈൻഡ്രോയിഡ് കമ്മ്യൂണിറ്റിയുടെ പേരിലും കൂടെ സ്വാഗതം ചെയ്തിട്ട് ഫെബിൻ മാം, ഹാൻഡ് ഓവർ ടു യു. ഇറ്റ്സ് യുവർ ടൈം. താങ്ക് യു ഓൾ. ജസ്റ്റ് ഒന്ന് വെൽക്കം എന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും നമ്മൾ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പറ്റുന്നത്ര ആളുകൾ ചാറ്റ് ബോക്സ് ആക്റ്റീവ് ആക്കുക. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക, വെൽക്കം എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു ഓൾ. Okay, thank you all. So imposter syndrome എന്ന വേർഡ് കേട്ടിട്ടില്ല അല്ലെ ചിലരൊന്നും. അപ്പോ imposter syndrome കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയില്ല, ബട്ട് ഒരു നട്ഷൽ ഒരു ജസ്റ്റ് ഒരു സെന്റൻസ് ഞാൻ പറയാം. ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറഞ്ഞാല് നമ്മളെ പിന്നോട്ട് വലിക്കും. നമുക്കൊരു സംശയം ഉണ്ടാവല്ലോ, അതായത് എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ ഇത് ശരിയാവോ, എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാതിരിക്കലുണ്ട്. ഇതാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം. ഇതൊരു അസുഖമല്ല, ബട്ട് ഒരു തോട്ട് പാറ്റേൺ ആണ്. നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു തോട്ട് പാറ്റേൺ ആണ്. ഇതൊരു മിക്ക 70% ആളുകളിലും ഉണ്ട്. അതുകൊണ്ടാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു പോകുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ ഒരു സ്പെസിഫിക് ഏരിയ ആയിട്ടുള്ള പ്രോഗ്രസ് വേഴ്സസ് പെർഫെക്ഷൻ ആണ് ഞാൻ ഇന്ന് ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ വിൽ ഡയറക്ട്ലി ഗോ ടു ദ വെബിനാർ. ആർ യു റെഡി? റെഡി ആണെങ്കിൽ ഒരു ആറ് ടൈപ്പ് ചെയ്യാവോ? പ്ലീസ് ഒരു ആറ്. If you are ready, please type R. Wow. Thank you. Okay. Thank you all. Thank you. So, ഈ എത്ര പേര് വിചാരിക്കുന്നുണ്ട്, അതായത് ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുമ്പോഴാണ് നമ്മൾ വലിയ പ്രോഗ്രസ് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഒരു ഗോളിലെത്താൻ ആദ്യം ചെറിയ സ്റ്റെപ്പുകൾ എടുക്കണം എന്ന് വിശ്വസിക്കുന്നവര് യെസ് എന്ന് ടൈപ്പ് ചെയ്യോ? സ്റ്റെപ്പ് എന്നുള്ള താങ്ക് യു. ഐ ക്യാൻ ഫീൽ യുവർ എനർജി. നിങ്ങളുടെ എനർജിയാണ് ഞങ്ങളുടെ എനർജി. താങ്ക് യു സോ മച്ച്. സോ നമുക്ക് ഡയറക്ട്ലി നമ്മളുടെ ഇതിൽ പോവാം. അതായത് പ്രോഗ്രസ് വേഴ്സസ് പെർഫെക്ഷൻ ആണ്. അതായത് ഇന്ന് നമ്മൾ എടുക്കുന്നത് എംബ്രേസിങ് ഗ്രോത്ത് ഓവർ ഫ്ലോലെസ്നെസ്. അതായത് നമ്മൾ എപ്പോഴും ഒരു കാര്യത്തിലും ഒരു എന്താ പറയാ, ഒന്നും വീഴ്ചകളൊന്നും ഉണ്ടാവരുത്, ഫ്ലോസ് ഒന്നും ഉണ്ടാവരുത്, എല്ലാം പക്ക ആവണം, പെർഫെക്റ്റ് ആവണം അല്ലേ?
ഇങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യവും ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്ലോലെസ്നെസ്സിനെതിരെ നമുക്ക് ഗ്രോത്തിനെ നമുക്ക് എംബ്രേസ് ചെയ്യാം. അതാണ് ഞാൻ ഇന്നത്തെ ഒരു വെബിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം പ്രോഗ്രസ്. എന്താണ് പ്രോഗ്രസ്? ജസ്റ്റ് ഒന്ന് ഐദർ യു ക്യാൻ സേ ഓർ യു ക്യാൻ ടൈപ്പ്. പ്രോഗ്രസ് എന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വാട്ട് ഇസ് പ്രോഗ്രസ്? ഇംപ്രൂവ്മെന്റ്. എന്താണ് പ്രോഗ്രസ്? പറയൂ ഫരീദ മാം. ഇംപ്രൂവ്മെന്റ്. വെരി ഗുഡ്. ഇംപ്രൂവ്മെന്റ്. താങ്ക് യു ഷൈമിന പുരോഗതി. ഗുഡ്. സോ അപ്പൊ പ്രോഗ്രസ് റെഫേഴ്സ് ടു ഫോർവേഡ് മൂവ്മെന്റ് ആണ്. മുന്നോട്ട് പോവുക. ഫോർവേഡ് മൂവ്മെന്റ് ഓർ ഡെവലപ്മെന്റ് ടുവാർഡ് എ ഗോൾ ഓർ ഇംപ്രൂവ്ഡ് സ്റ്റേറ്റ്. സജിത ഷാജി, താങ്ക് യു. അപ്പം പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് മൂവ്മെന്റ് ആണ്, മുന്നോട്ടുള്ള യാത്രയാണ്. ഓക്കെ, ഒരു ഡെവലപ്മെന്റ്, മുന്നോട്ടുള്ള ഈ പറഞ്ഞ പുരോഗതിയാണ്. എന്തിനോടാണ് നമ്മൾ മുന്നോട്ട്, എന്തിനു വേണ്ടിയാണ് പോകുന്നത്? ഒരു ഗോളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇംപ്രൂവ്ഡ് സ്റ്റേറ്റിലോട്ട്, ഇപ്പൊ ഉള്ള സ്റ്റേറ്റിനെക്കാട്ടിലും ഇംപ്രൂവ് ആയിട്ട് കുറച്ചുകൂടി ഇംപ്രവൈസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റിലോട്ടുള്ള മുന്നോട്ടുള്ള യാത്രക്കാണ് നമ്മൾ പ്രോഗ്രസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ പെർഫെക്ഷൻ എന്താണ്? വാട്ട് ഇസ് പെർഫെക്ഷൻ? അങ്ങനെയാണെങ്കിൽ പെർഫെക്ഷൻ എന്താ? ഓക്കെ, ഞാൻ പറയാം. അതായത് പെർഫെക്ഷൻ ആക്ച്വലി റെഫേഴ്സ് ടു എ സ്റ്റേറ്റ് ഓഫ് ഫ്ലോലെസ്നെസ്. അതായത് ഒരു കുറവും ഇല്ല, ഒരു തെറ്റും ഇല്ല, ഒരു മിസ്റ്റേക്കും ഇല്ല. ആ ഒരു സ്റ്റേറ്റിനെ, ഒരു ഫ്ലോയും ഇല്ലാത്ത ഫ്ലോലെസ്നെസ് ആയിട്ടുള്ള സ്റ്റേറ്റിനെ മീൻസ് ബീങ് വിത്തൗട്ട് എനി എറേഴ്സ് ഓർ ഡിഫക്റ്റ്. ഒരു ഡിഫക്റ്റും ഇല്ല, ഒരു എററില്ല, ഒരു കുഞ്ഞു മിസ്റ്റേക്ക് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയെയാണ് നമ്മൾ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അതായത് പൂർണ്ണത. വെരി ഗുഡ് വിൻസെന്റ് സർ, താങ്ക് യു. പൂർണ്ണതയാണ് അല്ലേ? അപ്പം ഇറ്റ് റെപ്രസെന്റ്സ് ആൻ ഐഡിയൽ ഓർ അൾട്ടിമേറ്റ് സ്റ്റാൻഡേർഡ്. എവറി ഡീറ്റെയിൽ മീൻസ് ദ ഹയസ്റ്റ് പോസിബിൾ ലെവൽ ഓഫ് ക്വാളിറ്റി ഓർ ആക്യുറസി. അതായത് ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി അല്ല ആക്യുറസിനെ മീറ്റ് ചെയ്യുക, അതിന്റെ അൾട്ടിമേറ്റ് സ്റ്റാൻഡേർഡിൽ മീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പെർഫെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം പെർഫെക്ഷന് നമ്മൾക്ക് കുറെ കോണ്ടെക്സ്റ്റിൽ എടുക്കുമ്പോൾ അത് സബ്ജക്റ്റീവ് ആയിരിക്കും. ഓരോ കോണ്ടെക്സ്റ്റിൽ മാറി മാറി വരും. ഇറ്റ് വിൽ ബി സബ്ജക്റ്റീവ്. പിന്നെ അത് പലപ്പോഴും എന്താണ്, അൺഅറ്റൈനബിൾ ആണ്. മനുഷ്യൻ പെർഫെക്റ്റ് ആണോ? ഇനി പെട്ടെന്ന് വന്നൊരു ചോദ്യമാണ്, മനുഷ്യൻ പെർഫെക്റ്റ് ആണോ? ഒന്ന് ടൈപ്പ് ചെയ്യാവോ? വൈ ഓർ എൻ? അല്ലേ? ഇതറിയാത്ത ആരും ഇല്ല. മനുഷ്യൻ പെർഫെക്റ്റ് അല്ല, പക്ഷെ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആവും. പിന്നെ എന്തിനു വാശി പിടിക്കുന്നു? എന്തിനാണ് നമ്മളിങ്ങനെ വാശി പിടിക്കുന്നത്? നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നാണ് എപ്പോഴും വാശി. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് നമ്മൾ വെക്കുന്നത്? അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ബെഞ്ച് മാർക്കാണ്. നമുക്ക് ഒരിക്കലും അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ബെഞ്ച് മാർക്ക് വെച്ചിട്ട് പെർഫോമൻസ്, അതിന്റെ ഔട്ട്കം ഇങ്ങനെ ആയിരിക്കണം, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു ബെഞ്ച് മാർക്ക് വെച്ചിട്ട് നമ്മൾ അതിലോട്ടാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത് പെർഫെക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രോഗ്രസും പെർഫെക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഓക്കെ, അപ്പം അത് എവിടെ കിടക്കണമെന്നറിയ ഡിഫറൻസ്? ഫോക്കസിലും മൈൻഡ് സെറ്റിലുമാണ് ഇതിന്റെ ഡിഫറൻസ് കിടക്കുന്നത്. അതായത് പ്രോഗ്രസിന്റെയും പെർഫെക്ഷന്റെയും ഡിഫറൻസ് കിടക്കുന്നത് രണ്ട് ഏരിയകളിലാണ്. ഒന്ന് നമ്മളുടെ ഫോക്കസിലും ഒന്ന് നമ്മളുടെ മൈൻഡ് സെറ്റിലുമാണ്. അപ്പൊ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ആണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ആൻഡ് മൂവിങ് ഫോർവേഡ് ഈവൻ ഇഫ് ദ സ്റ്റെപ്സ് ടേക്കൺ ആർ നോട്ട് ഫ്ലോലെസ്. നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പിൽ ചിലപ്പോ ചെറിയ എറർ ഉണ്ടാവും, മിസ്റ്റേക്ക് ഉണ്ടാവും. പക്ഷെ അതൊന്നും നോക്കാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും. പിന്നെ അതിന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മൈൻഡ് സെറ്റ് ദാറ്റ് വാല്യൂസ് എഫേർട്ട്. അവിടെ നമ്മളുടെ മൈൻഡ് സെറ്റ്, നമ്മൾ അവിടെ വാല്യൂ കൊടുക്കുന്ന എന്തിനറിയാം? നമ്മളുടെ എഫേർട്ടിന്, നമ്മുടെ ലേണിങ്ങിന്, നമ്മുടെ ഗ്രോത്തിന്, നമ്മുടെ ആക്ഷന്, ഇതിനൊക്കെയാണ്. അതായത് അത് എന്തെങ്കിലും ചെറിയ എറർ ഉണ്ടായോ, മിസ്റ്റേക്ക് ഉണ്ടായോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മളിട്ട എഫേർട്ടിലാണ്. നമ്മൾ ആ മിസ്റ്റേക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പഠിക്കുന്ന ലേണിങ്ങിലാണ്. ആ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ലേണിങ്ങിലാണ്, നമ്മളുടെ ഗ്രോത്തിലാണ് നമ്മളുടെ ഫോക്കസ് കിടക്കുന്നത്. അപ്പൊ പ്രോഗ്രസ് എപ്പോഴും എന്താണ്? ഡൈനാമിക് ആണ്, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അത് മിസ്റ്റേക്സ് അലോ ചെയ്യും. ഇറ്റ്സ് അലോയിങ് ദ മിസ്റ്റേക്സ്. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ്സ് അലോ ചെയ്യുന്നുണ്ട്. അഡാപ്റ്റേഷൻ, അത് അലോങ് ദ വേ അഡാപ്റ്റേഷന് കൂടി അലോ ചെയ്യുന്ന കാര്യമാണ് പ്രോഗ്രസ് എന്ന് പറയുന്നത്.
അതേസമയം പെർഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് അച്ചീവിങ് ആൻ ഐഡിയൽ ഫ്ലോലെസ് റിസൾട്ട്. ഐഡിയൽ ആയിട്ടുള്ള ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക്, ഒരു കുഞ്ഞ് എറർ പോലും ഇല്ലാത്ത റിസൾട്ടിനെ അച്ചീവ് ചെയ്യുന്നതിനാണ് നമ്മൾ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൽ ഫോക്കസ് എവിടെ കിടക്കണേന്ന് അറിയോ? റീച്ചിങ് ദ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ്, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫോക്കസ്, അവിടെയാണ് നമ്മളുടെ ഫോക്കസ് പെർഫെക്ഷൻ ആണെങ്കിൽ ഉണ്ടാവുക. നമ്മളൊരു പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഫോക്കസ് എപ്പോഴും ഹയസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് ഉണ്ടാവുക. ഓക്കെ, അതായത് ഇറ്റ് വിൽ നോട്ട് ഹാവ് എ ലിറ്റിൽ ഓർ നോ റൂം ഫോർ എറർ. എററിനല്ലേ, മിസ്റ്റേക്കിന് അവിടെ ഒരു സ്പേസും ഇല്ല, ഒരു പ്ലേസും ഇല്ല. ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത്, മറ്റേത് പ്രോഗ്രസ് ഡൈനാമിക് ആണെങ്കിൽ പെർഫെക്ഷൻ സ്റ്റാറ്റിക് ആണ്. ആൻഡ് ഇറ്റ് എംഫസൈസ് ആൻ എൻഡ് ഗോൾ റേദർ ദാൻ ദ പ്രോസസ് ഓർ ജേർണി. അത് എംഫസൈസ് ചെയ്യുന്നത് ഒരു എൻഡ് ഗോൾ ആണ്. നമുക്ക് ഒരു ഗോൾ ഉണ്ട്, ഇത് പെർഫെക്റ്റ് ആയിട്ട് ഈ ഗോളിൽ എത്തണം, നമ്മൾ വിചാരിച്ച പോലെ നടക്കണം, ഇതാണ് നമ്മളുടെ എംഫസിസ് ഉണ്ടാവുക. അതില് നമ്മൾ എന്തിൽ ഫോക്കസ് ചെയ്യുന്നില്ല? നമ്മുടെ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുന്നില്ല, നമ്മുടെ ജേർണി, അവിടെ എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന ജേർണിയിലൊന്നും നമ്മുടെ ഫോക്കസ് ഇല്ല. നമ്മൾ അവസാനത്തെ ആ ഒരൊറ്റ ഗോളിലായിരിക്കും ഫോക്കസ് ഉണ്ടാവുക. അപ്പം ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രസ് ഈസ് അബൌട്ട് ദ ജേർണി ആൻഡ് കണ്ടിന്യൂസ് ഗ്രോത്ത്. ഈവൻ ദ റിസൾട്ട് ഈസ് ദെൻ പെർഫെക്റ്റ്. റിസൾട്ട് പെർഫെക്റ്റ് അല്ലെങ്കിൽ കൂടി പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജേർണിയാണ്, നമ്മളുടെ ഒരു കണ്ടിന്യൂസ് ഗ്രോത്ത് ആണ്. ബട്ട് പെർഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് about achieving an ideal result, okay, often without considering the imperfections, okay, or എന്താണ് അതിലോട്ട് എത്താനുള്ള സ്റ്റെപ്സ് ഒന്നും മൈൻഡ് ചെയ്യാതെ ഐഡിയൽ റിസൾട്ടിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. പ്രോഗ്രസ് ചെയ്യുന്ന ഒരാൾക്ക് എന്താണ്, അയാൾ അക്നോളജ് ചെയ്യുന്നുണ്ട്, എന്താണ്, മിസ്റ്റേക്സ് ആർ എ പാർട്ട് ഓഫ് ലേണിംഗ്. അയാൾ പറയും, ഓക്കെ, തെറ്റ് പറ്റി, എനിക്ക് തെറ്റ് പറ്റും, തെറ്റ് പറ്റുന്നത് ഈ ലേണിങ്ങിന്റെ ഭാഗമാണെന്ന്. പക്ഷെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ആൾവേസ് ക്രിയേറ്റ് എ ബാരിയർ. നമ്മളുടെ മുന്നിൽ ഒരു തടസ്സം ഉണ്ടാക്കുകയാണ്. എന്തിന്? ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഫിയർ ഓഫ് ഇംപെർഫെക്ഷൻ. അവിടെ വരുന്ന ഫിയർ എന്താണ്? ഇംപെർഫെക്ഷന്റെ ഫിയർ ആണ്. നമ്മൾ ഇംപെർഫെക്റ്റ് ആയിട്ട് പോവോ, വല്ല മിസ്റ്റേക്കും വരുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഐഡിയൽ റിസൾട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. നമുക്ക് പേടിയാണ്. കാരണം മുന്നോട്ട് ഞാൻ ഈ പണി തുടങ്ങിയാല്, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാല് എനിക്ക് മിസ്റ്റേക്ക് വരുമോ, അപ്പൊ ഈ മിസ്റ്റേക്ക് വരുമോ എന്ന് വിചാരിച്ചിട്ട് ഇംപെർഫെക്ഷനെ പേടിച്ച് നമ്മൾ ആ കാര്യത്തിലോട്ട് കിടക്കുകയില്ല ഒരിക്കലും. ഓക്കെ, അത് ശരിയാവട്ടെ, ഇത് ശരിയാവട്ടെ, പെർഫെക്റ്റ് ആവട്ടെ, പെർഫെക്റ്റ് ആയ ഒരു സമയം വരട്ടെ, എനിക്ക് എല്ലാ കാര്യങ്ങളും ഒപ്പം ഒരുമിച്ച് കിട്ടട്ടെ, എല്ലാതും ഞാൻ റെഡി ആക്കിയിട്ട് തുടങ്ങാന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ച് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഒരു കാര്യം തുടങ്ങാൻ പോകുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം അതിന്റെ ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, വിൽ സീ ദ ചലഞ്ചസ് വിത്ത് പെർഫെക്ഷൻ. ഫസ്റ്റ് എന്താണെന്നറിയോ? അൺഅറ്റൈനബിൾ സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾക്ക് ഉണ്ടാവുക. പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് അല്ല. അപ്പൊ മനുഷ്യൻ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആവണമെന്നുണ്ടോ? ഇല്ല. ഓക്കെ, സോ അൺഅറ്റൈനബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് ഒരു ചലഞ്ച് പെർഫെക്ഷന്. കാരണം വെച്ചിരിക്കുന്നത് ഒരു ഫ്ലോ, ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ഇല്ലാതെ കാര്യം നടക്കണം എന്നാണ്. അത് അൺഅറ്റൈനബിൾ ആണ്. എവിടെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവാൻ ഒരുപാട് സാധ്യത ഉണ്ട്, 99% സാധ്യത ഉണ്ട്. മറ്റൊരു ചലഞ്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ലീഡ്സ് ടു പ്രൊക്രാസ്റ്റിനേഷൻ, ആങ്സൈറ്റി ആൻഡ് ബേൺ ഔട്ട്. പ്രൊക്രാസ്റ്റിനേഷൻ നിങ്ങൾക്ക് അറിയും തോന്നുന്നു. പ്രൊക്രാസ്റ്റിനേഷൻ അറിയാവോ? യെസ് ഓർ നോ? പ്ലീസ് ടൈപ്പ് Y or N. If you know procrastination, you type Y. If you don't know what is procrastination, please type N. I will explain. എല്ലാവർക്കും അറിയാം പ്രൊക്രാസ്റ്റിനേഷൻ അല്ലേ? അതായത് നമ്മളൊരു കാര്യം നീട്ടിവെക്കാം. ഇങ്ങനെ എന്താ, അടുത്ത ഞായറാഴ്ച ഉള്ള പരിപാടി ഇന്ന് ചെയ്യാൻ തുടങ്ങാം, പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യില്ല, നാളേക്ക് മാറ്റിവെക്കും. അത് കഴിഞ്ഞിട്ട് നാളെ പറയും നാളെ ഉണ്ടല്ലോ, അങ്ങനെ അവസാനം ശനിയാഴ്ച രാത്രി പരിപാടി ചെയ്യുന്നത്, അതല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളിലോട്ട് കടക്കുന്നത്. ഇതിനാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ കാര്യം എന്താണെന്നറിയോ? ഈ പെർഫെക്ഷനെ പേടിച്ചിട്ടാണ്. ഓക്കെ, നമുക്കത് അറിയുന്നില്ല, നമ്മളെ കൊണ്ട് നമ്മളുടെ ബ്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ്. ഈ പേടി അകറ്റാൻ വേണ്ടിയിട്ട് ബ്രെയിനിന്റെ ഒരു പണി എന്താന്ന് വെച്ചാൽ നമ്മളെ സേഫ് ആക്കുക എന്നുള്ളതാണ് ബ്രെയിനിന്റെ പണി. അപ്പൊ ഇത് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കേ നമുക്ക് ഈ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സംഭവം വരും, ഇംപെർഫെക്ഷന്റെ സാധനം വരും. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും. ബ്രെയിൻ പറയുന്നത് ഇപ്പൊ നാളെ ചെയ്യാം, പിന്നെ ഈ പേടിയില്ലല്ലോ. അതുപോലെ നമുക്ക് എന്തുണ്ടാവും? പെർഫെക്ഷന് കൃത്യമായിട്ട് ചെയ്യണ്ടേ, ഒരു മിസ്റ്റേക്കും ഇല്ലാണ്ട് ചെയ്യണ്ടേ. സ്വാഭാവികമായിട്ടും അയാൾക്ക് ആങ്സൈറ്റി ഉണ്ടാവും, നല്ല ആങ്സൈറ്റി ഉണ്ടാവും. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം
പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വിചാരിക്കുന്ന ഒരു പെർഫെക്ഷനിസ്റ്റ് എപ്പോഴും ബേൺഡ് ഔട്ട് ആയിരിക്കും. അയാളത് ആലോചിച്ച് ചെയ്ത് ഒരുപാട് സമയം രാത്രി രാവിലെയൊക്കെ തലയും കുത്തി കിടന്നിട്ട് വർക്ക് ചെയ്യും. എന്തിനാ? പെർഫെക്റ്റ് ആവാൻ വേണ്ടി. അവസാനം അയാള് ബേൺഡ് ഔട്ട് ആവും. ഓക്കെ, അപ്പൊ ബേൺ ഔട്ടും പിന്നെ പ്രൊക്രാസ്റ്റിനേഷനും ആങ്സൈറ്റിയും ഒക്കെ ഇതിന്റെ പെർഫെക്ഷൻ വരുന്ന ചലഞ്ചാണ്. ഇന്ന് നമുക്ക് പ്രോഗ്രസ് എങ്ങനെയാന്ന് നോക്കാം. പ്രോഗ്രസിന് ഇങ്ങനെ ചലഞ്ചസ് അല്ല ഉള്ളത്, പ്രോഗ്രസ്സിനുള്ളത് പവറാണ്. ഓക്കെ, പവർ ഓഫ് പ്രോഗ്രസ്. എന്താണ് പ്രോഗ്രസിന്റെ പവർ എന്ന് പറയുന്നത്? ഓക്കെ, ഇറ്റ്സ് ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്മെന്റ്. ഫോക്കസിങ് ഓൺ പ്രോഗ്രസ് ലീഡ്സ് ടു ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്മെന്റ്. നമ്മൾ പ്രോഗ്രസ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും എന്തുണ്ടാവും? ഗ്രോത്തും ഉണ്ടാവും, ഇംപ്രൂവ്മെന്റും ഉണ്ടാവും. കാരണം നമ്മൾ അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ടിലല്ല ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ എന്ത് ചെയ്യുന്നു അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ മിസ്റ്റേക്ക് വരാമെന്ന് നമ്മൾ അക്നോളജ് ചെയ്യുന്നുണ്ട്. അത് പെർഫെക്റ്റ് ആയിരിക്കില്ല നമ്മൾ അക്നോളജ് ചെയ്യുന്നുണ്ട്. അത് സാരമില്ല, എന്തായാലും ഞാനത് ചെയ്യട്ടെ, എന്ത് വേണേലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഞാനത് ചെയ്തു. നമ്മൾ ഒരു കാര്യം ചെയ്യാതെ ഇരിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് എപ്പോഴും ഗ്രോത്താ. കാരണം ഇന്നലെ ചെയ്യാത്ത ഒരു കാര്യം ഇന്ന് ചെയ്തില്ലേ, അപ്പൊ ഗ്രോത്ത് അല്ലേ, അത് ഇംപ്രൂവ്മെന്റ് അല്ലേ. നമ്മളുടെ ലൈഫിൽ ഒരു കുഞ്ഞ് ഇംപ്രൂവ്മെന്റ് അത് ഉണ്ടാക്കിയില്ലേ. സോ ഫോക്കസിങ് ഓൺ പ്രോഗ്രസ് ലീഡ്സ് ടു growth and improvement. Can you type G and I? Growth and improvement, G and I. Please type G and I. ഇത് എഴുതിപ്പിക്കണം. എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. G and I. താങ്ക് യു. ഓക്കെ. കാരണം ടൈപ്പ് ചെയ്യുമ്പം പിന്നെ നിങ്ങൾക്കിത് കുറച്ചുകൂടി തലയിൽ നിൽക്കും, ബ്രെയിനിൽ എൻഗ്രേവ്ഡ് ആവും. താങ്ക് യു ഓൾ. ഓക്കെ, അടുത്ത പവർ എന്താണെന്നറിയോ? പ്രോഗ്രസിന്റെ പവർ ലേണിംഗ് ഫ്രം മിസ്റ്റേക്ക്. ഇറ്റ് എൻകറേജസ് ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു, ആ മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു. താങ്ക് യു. ഓക്കെ, ആൻഡ് എക്സ്പെരിമെന്റേഷൻ ഉള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. അതായത് ഇന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുമ്പോൾ അതായത് ഒരു കുട്ടി ആദ്യമായിട്ട് പരീക്ഷ എഴുതാണെന്ന് വിചാരിക്കാം. ഞാൻ ഈ കുറെ കാലം ടീച്ചറായി വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് എപ്പോഴും എക്സാമ്പിൾ ആ സ്ഥലത്ത് നിന്നാണ് വരിക. അപ്പൊ ഒരു കുട്ടി പരീക്ഷ എഴുതാതെ ഫസ്റ്റ് ടൈം പരീക്ഷ എഴുതുന്ന ഒരു കുട്ടി എക്സ്പെരിമെന്റ് ചെയ്യാണ്. അയാൾക്ക് 100ൽ 100 കിട്ടണം എന്നില്ല, 10% കിട്ടണം എന്നില്ല. ബട്ട് ഈ എക്സ്പെരിമെന്റഡ് എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നു, അതിൽ ആൻസർ ഒന്നുമില്ല, നോട്ട്ബുക്കിൽ ഒന്നും പോലെ ഇല്ല. അമ്മ വീട്ടിൽ നിന്ന് ചോദിക്കുമ്പോ എനിക്ക് മനസ്സിലായിരുന്നു, പക്ഷെ ഇവിടെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല. ഞാൻ ചോദ്യം വായിക്കുന്നു, ഞാൻ ഉത്തരം എഴുതുന്നു. ഈസ് എക്സ്പെരിമെന്റിങ്. അപ്പൊ അവന് ആ പവർ കിട്ടുകയാണ് ചെയ്യണത്. അപ്പം പിന്നെ എന്താണ്? മിസ്റ്റേക്സ് വരുത്തുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് അതിന്ന് പഠിക്കുകയും ചെയ്യുന്നു. സോ പ്രോഗ്രസ് ഓൾവേസ് എൻകറേജസ് ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. ഓക്കെ, ഇനി ഇപ്പൊ നമ്മള് മനസ്സിലായല്ലോ, പ്രോഗ്രസിന് എപ്പോഴും പവറുണ്ട്. ഇനി ഈ പെർഫെക്ഷനിസത്തിന് ഒരു വിലയുണ്ട് അല്ലെ? നമ്മൾ എപ്പോഴും വായിച്ചിട്ടില്ല, എന്താണ്? പുകവലിക്ക് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും അല്ലേ? പുകവലിക്ക് മാത്രമല്ല കേട്ടോ വില കൊടുക്കേണ്ടത്, പെർഫെക്ഷനിസത്തിന് ഒരുപക്ഷെ അതിനേക്കാളും വലിയ വില നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ലൈഫിൽ. ഓക്കെ, കാരണം ഈ പെർഫെക്ഷനിസത്തിന്റെ പുറകെ പോയി എല്ലാം ശരിയായിട്ട് ഒരു സമയം വരട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാം, എല്ലാം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വരുമ്പോൾ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കൊടുക്കുന്ന വില വലുതാണ്. കാരണം ഈ നിങ്ങൾ കളഞ്ഞുപോയ സമയങ്ങളോ ആഴ്ചകളോ വർഷങ്ങളോ ഇനി നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അപ്പോ എന്തൊരു വലിയ വിലയാ നിങ്ങൾ കൊടുത്തെന്ന് ആലോചിച്ചേ. സോ ഫസ്റ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ഓക്കെ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതൊരു വാല്യൂ ആണ്, ഒരു വിലയാണ്, നിങ്ങൾ കൊടുത്ത വിലയാണ്. എന്തിന്? ഫോർ വാട്ട് യു കുഡ് അച്ചീവ് ഇഫ് യു ഫോക്കസ് ഓൺ പ്രോഗ്രസ് ഇൻസ്റ്റെഡ് ഓഫ് പെർഫെക്ഷൻ. നിങ്ങൾ ഈ പെർഫെക്ഷനിൽ ഫോക്കസ് ചെയ്യാതെ പ്രോഗ്രസ്സിലാണ് ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം അച്ചീവ് ചെയ്യാമായിരുന്നു, ആ വിലയാണ് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ പെർഫെക്ഷനെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ യു ഇൻവെസ്റ്റ് യുവർ ടൈം, യുവർ എനർജി, യുവർ റിസോഴ്സസ്. നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ റിസോഴ്സസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പെർഫെക്ഷനിസത്തിന്റെ സമയത്ത്. ഓക്കെ, പെർഫെക്ഷന് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ. പക്ഷേ നിങ്ങൾ എങ്ങടെ ഈ ഇൻവെസ്റ്റ് ചെയ്യണമെന്നറിയോ? യു ആർ ട്രൈങ് ടു അച്ചീവ് അൻ അൺഅറ്റൈനബിൾ സ്റ്റാൻഡേർഡ്. നിങ്ങൾക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടൈം കളയുന്നു, നിങ്ങളുടെ എഫേർട്ട് കളയുന്നു, എനർജി കളയുന്നു, റിസോഴ്സസ് കളയുന്നു. സി എന്തൊരു വില കൊടുത്തു നിങ്ങൾ അല്ലേ? അതേസമയം പ്രോഗ്രസ്സിലാണെങ്കിലോ നിങ്ങൾക്ക് ആ പ്രോജക്റ്റ് ഒക്കെ എന്താണ് കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
നിങ്ങൾക്ക് മിസ്റ്റേക്സ് എന്നൊക്കെ പഠിച്ചിട്ട് കൂടുതൽ ഫാസ്റ്റർ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം പെർഫെക്ഷനിസ്റ്റ് ആകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കണേ ഉള്ളൂ. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് അനങ്ങാൻ പറ്റുന്നില്ലല്ലോ, കാരണം പെർഫെക്റ്റ് ആയിട്ട് ഒരു സാധനം വരുന്നില്ലല്ലോ. പക്ഷെ ഈ പ്രോഗ്രസ്സിൽ ചെയ്യുമ്പോഴെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാണ് ഫാസ്റ്റ്. കാരണം നമ്മൾ അവിടെ നിൽക്കുന്നില്ലല്ലോ, നമ്മൾ ചെയ്യുന്നു, മിസ്റ്റേക്സ് പറ്റുന്നു, അതൊന്ന് പഠിക്കുന്നു, എക്സ്പെരിമെന്റ് ചെയ്യുന്നു, അടുത്ത സാധനം വീണ്ടും ഇറക്കുന്നു. ഓക്കെ. പിന്നെ എന്താണ്, പുതിയ ചലഞ്ചസും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എടുക്കും നമ്മൾ പ്രോഗ്രസ് ആണെങ്കിൽ. കാരണം പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ അവിടെ നിന്നിടത്ത് നിൽക്കുകയാണ്. പിന്നെ നമ്മള് പുതിയ സ്കിൽസ്, എക്സ്പെർട്ടീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും പ്രോഗ്രസ്സിൽ. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മിസ്റ്റേക്സ് മൈൻഡ് ആക്കാതെ തെറ്റ് പറ്റും, സാരമില്ല, ഞാൻ അതിന്ന് പഠിക്കാൻ, ഏറിപ്പോയാൽ കുറച്ച് പേര് കളിയാക്കുമായിരിക്കും, പക്ഷെ എനിക്ക് ഗ്രോത്ത് ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് എന്താണ്, പുതിയ ചലഞ്ചസ് കിട്ടുന്നു, നമ്മൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു, നമ്മൾ പുതിയ സ്കിൽസ്, എക്സ്പെർട്ടീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് പെർഫെക്ഷനിസം is the progress you could be making towards your goals. Okay, നിങ്ങൾക്ക് ഗോൾസിലോട്ട് പോകാനുള്ള അതിന്റെ വിലയാണ് നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ, പെർഫെക്ഷനിൽ കുടുങ്ങിയിട്ട് കളയുന്നത്. ഓക്കെ. അപ്പം നിങ്ങളുടെ ഫോക്കസ് എന്താണ്, പ്രോഗ്രസ് എന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ ഒരിക്കലും കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം നിങ്ങളുടെ ഫോക്കസ് പെർഫെക്ഷൻ കൊണ്ടുവന്ന് പ്രോഗ്രസ്സിലോട്ട് ഇട്ടാലില്ലേ, you can achieve more, കൂടുതലായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. You can grow faster and you can reach your goals sooner. കാരണം ഇവിടെ തുടങ്ങിയിട്ടില്ല, പെർഫെക്ഷനിസം നോക്കുമ്പോൾ നമ്മൾ അവിടെ തുടങ്ങിയിട്ടില്ലല്ലോ, പെർഫെക്റ്റ് ആയി വരാൻ നിൽക്കല്ലേ. മറ്റേത് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ എടുത്തു കഴിഞ്ഞു. അപ്പൊ ആ കുഞ്ഞു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഗോളിന്റെ അടുത്തോട്ട് എത്താണ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗോളിന്റെ അടുത്തോട്ട് എത്തും. ഈ നിൽക്കുന്നിടത്തല്ലല്ലോ എന്തായാലും നിൽക്കുന്നത്. ഓക്കെ, അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. പിന്നെ പറയുന്നത് ഇതിന്റെ മറ്റൊരു വില നമ്മളുടെ മെന്റൽ ഹെൽത്ത് വെൽബീയിങ് ആണ് കേട്ടോ. മെന്റൽ ഹെൽത്തും നമ്മളുടെ ഫിസിക്കലും എല്ലാം. ഓക്കെ. സോ ഇമ്പാക്ട് ഓൺ മെന്റൽ ആൻഡ് ഹെൽത്ത് വെൽബീയിങ്. അപ്പോൾ നമ്മൾ ഈ പെർഫെക്ഷന്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ അൺമെറ്റ് എക്സ്പെക്ടേഷൻസ് ആണ്, നമുക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത എക്സ്പെക്ടേഷൻ, നമ്മൾക്ക് എന്ത് കിട്ടുന്നു, ആങ്സൈറ്റി, സ്ട്രെസ് ഉണ്ടാവുന്നു. കാരണം അത്രയാണ് വെച്ചേക്കണത്. നമ്മൾ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെ എത്താൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ചിലപ്പോൾ ഇന്ന ആളുടെ പോലെ ആവണം എന്നൊക്കെ പറയും. ഏതാളുടെ പോലെയാന്ന് പറയാം, ലോകത്തില് നമ്പർ 1 ആളുടെ പോലെ ആകാൻ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ആങ്സൈറ്റി, സ്ട്രെസ് ഉണ്ടാവും. ഓക്കെ. പിന്നെ സെൽഫ് ക്രിറ്റിസിസം നന്നായിട്ട് ചെയ്യും. നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പളേ പറഞ്ഞല്ല അതിനെ ഇറങ്ങിത്തിരിക്കേണ്ട എന്നുള്ളത്. ഓക്കെ. പിന്നെ നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടാകുന്നു. പിന്നെ ഫിയർ ഓഫ് ഫെയിലിയർ, മിസ്റ്റേക്സ് ഉണ്ടാകുന്നു, ബേൺ ഔട്ട് ഉണ്ടാകുന്നു, എക്സസീവ് എഫേർട്ട് ആൻഡ് ടൈം ഇൻവെസ്റ്റ്മെന്റ്, കമ്പാരിസൺ ഉണ്ടാകുന്നു, അല്ലെ, കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളെ സെൽഫ് എസ്റ്റീം, സെൽഫ് വർത്ത് ഒക്കെ ട്രെയിൻ ചെയ്ത് പോവാണ് ചെയ്യണത്. അപ്പൊ നമുക്ക് കുറച്ച് സ്ട്രാറ്റജി പഠിക്കാം. എങ്ങനെയാണ് ഈ പ്രോഗ്രസ്, ഇത്രയും നേരം പറഞ്ഞു പ്രോഗ്രസ്സിൽ ഫോക്കസ് ചെയ്യരുത്, എങ്ങനെയാണ് ഫോക്കസ് ചെയ്യാന്ന് നോക്കാം. ഓക്കെ. ഫസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ബ്രേക്ക് ടാസ്ക് ഇൻടു സ്മോളർ സ്റ്റെപ്പ്. വലിയ ഗോൾ അവിടെ, വലിയ വിഷൻ ബോർഡ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. എന്താണ്, അതിലോട്ട് എത്താനുള്ള സ്റ്റെപ്സിനെ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ബ്രേക്ക് ഡൗൺ ചെയ്യണം. ഓക്കെ. എന്നിട്ട് അപ്പൊ നമുക്ക് ആ കുഞ്ഞു സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമുക്ക് പറ്റും. അതല്ലാണ്ട് നിങ്ങൾ വലിയ ഗോൾ അവിടെ എഴുതി വെച്ചാൽ അതുമൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആകെ ടെൻഷൻ, ആൻസൈറ്റി ഒക്കെ വരും. അതേസമയം സ്മോളർ സ്റ്റെപ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റ് ആണ്. കാരണം ഈ ആഴ്ചയിൽ ഞാൻ ഇത്രയും ചെയ്യണം, അടുത്ത ആഴ്ച ഇത്രയും ചെയ്യണം. അപ്പൊ ഈ ചെയ്യുമ്പോഴെന്താ, കൂടുതൽ പഠിക്കും, ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യാനും കൂടി പറ്റുന്നു. പിന്നെ വരുന്നത് എന്താണ്, സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ് ആൻഡ് ഡെഡ് ലൈൻസ്. ഞാന് ഒരു മാസം കൊണ്ട് അംബാനിന്റെ അത്ര റിച്ച് ആവണം, അല്ലെ മമ്മൂട്ടിന്റെ അത്ര ഫേമസ് ആവണം, അങ്ങനെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് വെക്കരുത്, ഡെഡ് ലൈൻസും വെക്കരുത്. അതിനൊരു സമയമൊക്കെ കൊടുക്കുക. പിന്നെ ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം, സെലിബ്രേറ്റ് യുവർ സ്മോൾ. എന്ത് കുഞ്ഞു കാര്യം, ഇപ്പൊ തോറ്റോട്ടെ, നിങ്ങൾ ചെയ്തത് മുഴുവൻ ഫ്ലോപ്പ് ആയിക്കോട്ടെ, എന്നാലും നിങ്ങൾ അത് ചെയ്തു, അത് നിങ്ങളുടെ വിന്നാണ്. മറ്റവരെന്ത് പറയുന്നു നോക്കണം. നിങ്ങൾ ചെയ്തില്ലേ, അത് നിങ്ങളുടെ വിന്നാണ്. അത് സെലിബ്രേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ഞാൻ പിന്നെ എപ്പോഴും അവരോട് എല്ലാവരും എന്റെ കമ്മ്യൂണിറ്റിനോട് പറയാറുണ്ട്, വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ആഘോഷമാക്കി വലിയൊരു കേക്ക് മുറിക്കലൊന്നല്ല ഞാനീ പറയുന്ന സെലിബ്രേഷൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കുഞ്ഞു കാര്യം ചെയ്യാ. നാരങ്ങ മിഠായി വാങ്ങി കഴിക്കലോ, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കലോ, അല്ലെങ്കിൽ റൂമൊക്കെ അടച്ച് പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യലോ, എന്തോ ആവാം സെലിബ്രേഷൻ. ഓക്കെ. എനിവേ യു ഹാവ് ടു സെലിബ്രേറ്റ് യുവർ സ്മോൾ വിൻസ്. അപ്പൊ നമ്മള് ഇന്ന് പഠിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ എനിക്ക് നിങ്ങളോട്
ഡെലിവറി ചെയ്യാനുള്ള മെസ്സേജ് എന്തായിരുന്നു എന്ന് വെച്ചാല് ഫോക്കസ് ഓൺ പ്രോഗ്രസ് ടു അച്ചീവ് സക്സസ്. ഓക്കെ, പ്രോഗ്രസ് ഓവർ പെർഫെക്ഷൻ ഈസ് ദ നെയിം ഓഫ് ദ ഗെയിം ഓർ ദ മന്ത്ര. ഓക്കെ, എന്തായിരുന്നു എന്താ പഠിച്ച മന്ത്ര? പ്രോഗ്രസ് ഓവർ പെർഫെക്ഷൻ. ഓക്കെ, ഒന്ന് ടൈപ്പ് ചെയ്യാവോ? പ്രോഗ്രസ് ഓവർ പെർഫെക്ഷൻ, POP. ടൈപ്പ് POP, പ്ലീസ് ടൈപ്പ് POP. ഇനി നിങ്ങൾ ഒരിക്കലും പെർഫെക്ഷനിൽ ഫോക്കസ് ചെയ്യരുത് കേട്ടോ. POP, പ്ലീസ് ടൈപ്പ് POP. POP, ഇത് നിങ്ങളുടെ മനസ്സിൽ കയറാൻ വേണ്ടിയിട്ടാണ്. POP, ടൈപ്പ് POP. വാവ്, താങ്ക് യു, ലവ് യുവർ എനർജി. POP, പ്രോഗ്രസ് ഓവർ പെർഫെക്ഷൻ. വാവ്, താങ്ക് യു. I love this energy of the audience. Thank you. Okay. POP. Thank you. POP. എല്ലാവരും ഇന്ന് നിങ്ങൾക്ക് എടുത്തു കൊണ്ടാവാനുള്ള ടേക്ക് അവേ ആണ് ഈ POP, പ്രോഗ്രസ് ഓവർ പെർഫെക്ഷൻ. POP, ഇനി ഇതാവണം നിങ്ങളുടെ മന്ത്ര. POP is your mantra from today onwards. മുന്നിൽ വരുന്ന സ്റ്റെപ്പ് എടുത്തോളാം. മുകളിലോട്ട് ഒറ്റയടിക്ക് കയറാൻ പറ്റില്ല, കുഞ്ഞു സ്റ്റെപ്പ് വഴിയെ കയറാൻ പറ്റൂ. Okay, thank you. So thank you. Here's a big thanks from Team Mindroid. Thank you, Fabin ma'am. Such an amazing session. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻസ്? ജസ്റ്റ് നിങ്ങൾ കമന്റ് ബോക്സ് ഒന്ന് റെഡിയാക്കി വെച്ചേ. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ടൈമാണ്. അതായത് ഏതൊരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു ക്ലാസ് എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മുമ്പോട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്കും ഒക്കെ ആയിരിക്കും. സോ നമ്മുടെ സെക്കൻഡ് ഡേ നിങ്ങൾക്ക് വലിയൊരു മെസ്സേജസുമായിട്ടാണ്, POP എന്ന് പറയുന്ന മെസ്സേജസുമായിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയുന്നതിലുപരി നിങ്ങൾ പറയുമ്പോഴാണ് ഇതുവരെ ഒരുപാട് ആളുകൾ കമന്റിൽ സൂപ്പർ, എക്സലന്റ്, സൂപ്പർ എന്നൊക്കെയുള്ള കമന്റുകൾ വരുന്നുണ്ട്. സോ ഇനി നിങ്ങളുടെ ഇൻഫോർമേറ്റീവ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങളൊന്ന് ഓപ്പൺ ആയിട്ട് അതേപോലെ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നപ്പോൾ ഓൺ ചെയ്തിട്ട് ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ, ഒരു 5 പേരെങ്കിലും ജസ്റ്റ് പെട്ടെന്ന് ഫീഡ്ബാക്ക് വരെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. ഗുഡ് ഈവനിങ് ടു ഓൾ. ഓക്കെ, എൻ്റെ പേര് അറിയാൻ ജൂബിയാണ്. ഓക്കെ സർ, ഞാൻ ഈ മീറ്റിംഗിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ സെക്കൻഡ് പാർട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് പാർട്ട് മിസ് ചെയ്തതിൽ ഒരുപാട് പെയിൻ തോന്നി. പക്ഷെ അതിനകത്ത് കാര്യമായിട്ട് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും അത് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, ഇതിന്റെ ഒരു ലക്കായിട്ട് ഞാൻ കാണുന്നു. അതുകൂടാതെ ഇതിനകത്ത് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ ഓരോ ദിവസവും പുറകോട്ട് വലിക്കുന്നത് തീർച്ചയായിട്ടും ഈ പെർഫെക്ഷനിസം എന്ന് പറഞ്ഞ ഒരു തോട്ട് തന്നെയാണ്. ആ ഒരു തോട്ട് പ്രോസസ്സിലൂടെ ഓരോ ദിവസവും മുന്നോട്ട് പോകും തോറും നമുക്ക് ഒരിക്കലും ഡെവലപ്പ് ചെയ്യാനോ പേഴ്സണലി അല്ലെങ്കിൽ പ്രൊഫഷണലി ഒരു എക്സലൻസിലേക്ക് എത്താനോ ഒന്നും നമുക്ക് കഴിയാതെ വരുന്നത് നമ്മുടെ ഈ തോട്ട് പ്രോസസ്സ് കൊണ്ടാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലായത് ഈ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ വളരെ വിശദമായിട്ട് നമ്മുടെ പെർഫെക്ഷനിസത്തിനെ കുറിച്ചും പ്രോഗ്രസിനെ കുറിച്ചും തന്നെ മാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അതുകൂടാതെ എനിക്കൊരു ചെറിയ കാര്യം ചോദിക്കാനുണ്ട്. അതിനകത്ത് നമ്മുടെ ഒരു സ്ട്രാറ്റജീസ് പറഞ്ഞായിരുന്നു. അതായത് ഫോക്കസ് ചെയ്യേണ്ട പ്രോഗ്രസിൽ ഫോക്കസ് ചെയ്യേണ്ട 3 സ്ട്രാറ്റജീസ് പറഞ്ഞായിരുന്നു. അതിനകത്ത് ഒന്നാമത്തെ മാത്രമാണ് എനിക്ക് കിട്ടിയുള്ളൂ. 2, 3-ാമത്തെ ഒന്ന് പറഞ്ഞു തരാമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു. Thank you. First കിട്ടിയല്ലോ ബ്രേക്ക് ടാസ്ക്സ് ഇൻടു സ്മോളർ സ്റ്റെപ്സ് ആണ്. സെക്കൻഡ് വൺ സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ് ആൻഡ് ഡെഡ് ലൈൻസ് ആണ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് ആവണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഗോൾ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. എനിക്ക് 2 മാസം കൊണ്ട് കോടീശ്വരനാവണം. അതൊരു റിയലിസ്റ്റിക് ഗോൾ അല്ല, റിയലിസ്റ്റിക് ഡെഡ് ലൈനും അല്ല. 2 മാസം എന്ന് പറയുന്നത് നമുക്ക് കോടീശ്വരനൊക്കെ ആവാൻ പറ്റും. ആർക്കും ആവാൻ പറ്റാത്തതില്ല. ഒരു കോടീശ്വരൻ ലോകത്തുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും ആവാൻ പറ്റും. പക്ഷെ അത് റിയലിസ്റ്റിക് ആയിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റെപ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ഡേറ്റ് വെക്കാം, കുറച്ച് ഇതാക്കിയിട്ട്, എന്നിട്ട് അതിന് ചെറിയ സ്റ്റെപ്സ് കൊടുക്കുക. അതാണ് സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ് ആൻഡ് ഡെഡ് ലൈൻസ് ആണ് സെക്കൻഡ് സ്ട്രാറ്റജി പറഞ്ഞത്. തേർഡ് പാർട്ട് പറഞ്ഞതാണ് സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. ചെറിയ നമ്മളുടെ കുഞ്ഞു വിൻസ് ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു, ആദ്യമായിട്ട് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ
നല്ലൊരു ഫുഡ് ഉണ്ടാക്കി എല്ലാവരും സന്തോഷമായി, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യന്നെ. നമ്മളങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യുക. അത് ഞാൻ പറഞ്ഞല്ലോ, വലിയ കാര്യമായിട്ട് സെലിബ്രേഷൻ വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടമുള്ളത്, നിങ്ങൾ ചെയ്യാണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണോ, നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഉണ്ടാവില്ലേ ഒന്ന് ഡാൻസ് ചെയ്യണം എന്നൊക്കെ മടിയാ. പക്ഷെ അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, വാതിലടിച്ച് മ്യൂസിക് ഇട്ട് ആരില്ലാത്ത നമുക്ക് ഡാൻസ് ചെയ്യൂ, ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് മതി. ഓക്കെ, അല്ലാണ്ട് വലിയ സെലിബ്രേഷൻ. പക്ഷെ അത് ഞാൻ എന്താ ഇത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അത് എന്റെ സെഷൻസിൽ വാശി പിടിക്കാറുള്ള കാര്യമാണ്. അത് എന്നെ അറിയിക്കണം എന്നും പറയാറുണ്ട് വിൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കാരണം അതിന് ഭയങ്കര ഇമ്പാക്റ്റാ. അപ്പൊ നമ്മളുടെ ഡോപ്പമിൻ ഹോർമോണൊക്കെ ഭയങ്കരമായിട്ട് വരും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് അടുത്ത കാര്യത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഊർജ്ജം ഉണ്ടാവും, നല്ല എനർജി ആയിരിക്കും. അപ്പൊ അടുത്തത് ചെയ്യാൻ നല്ല പവർ ആയിരിക്കും. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും സെലിബ്രേറ്റ് ചെയ്യല്ലേ, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ സെറ്റ് ആവും, നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. These are the 3 strategies. Thank you, Jubi ma'am. Okay, thank you ma'am. Thank you very much. Thank you, Jubi ma'am. അപ്പം റിപ്പീറ്റേഷൻ ഇസ് ദ ലാംഗ്വേജ് ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളതാണ്. അപ്പൊ ഒന്നും കൂടെ നിങ്ങൾ സ്മോളർ സ്റ്റെപ്പ് ആക്കുക അല്ലെ. അതേപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് 3 സ്റ്റെപ്പുകൾ എന്ത് ചെയ്തു പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആരാണ്? സാറേ ഞാൻ ചോദിച്ചോട്ടെ? യെസ്, ഓഫ് കോഴ്സ്. ഇടയ്ക്കൊന്ന് പറഞ്ഞോളൂ. മാം ഇടയ്ക്ക് വിട്ടുപോയി ഞാൻ ഇടയ്ക്ക്, അതുകൊണ്ട് എനിക്കത് ഒരു ലിങ്ക് കിട്ടിയില്ല. ഇടയ്ക്ക് പോകേണ്ടി വന്നു പുറത്തേക്ക്. ചില ഈ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയണ്ടല്ലോ, അത് പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. നമ്മുടെ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യത്തിലും പെർഫെക്ഷൻ വേണമെന്ന് നിർബന്ധം പിടിക്കണ ചില ബോസുമാരും ഉണ്ട്, ചില ആൾക്കാരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പെർഫെക്ഷനിസ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് ആ സെയിം ടൈപ്പ് ഓഫ് ക്വാളിറ്റിയാണ് ഫ്രം അവർ സബോർഡിനേറ്റ്സ് ഓർ ഫ്രം അവർ സുപ്പീരിയേഴ്സ് ഓർ ഫ്രം അവർ പിയേഴ്സ് നമ്മൾ ചെയ്യണത്. അപ്പൊ അതൊരു പ്ലസ് പോയിന്റ് ആണോ അതോ മൈനസ് പോയിന്റ് ആണോ? അത് മൈനസ് പോയിന്റ് ആണ്. ബിക്കോസ് പെർഫെക്ഷൻ ഈസ് ആൻ ഇല്യൂഷൻ. അങ്ങനെ ഒരു സാധനം ഇല്ല. നമുക്ക് ആർക്കും ഫ്ലോലെസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇതിപ്പോ എന്റെ സെഷൻസിൽ പറയാറുണ്ട്, there are 7 types of managers. അതായത് ഇമ്പോസ്റ്റർ സിൻഡ്രോം ഉള്ള ഇതിൽ നമുക്ക് മാനേജേഴ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അവർ പല കാര്യങ്ങൾ, അതിലൊന്നാണ് ഈ പെർഫെക്ഷനിസത്തിന് വേണ്ടി വാശി പിടിക്കുന്ന മാനേജർ. അയാൾക്ക് ഇമ്പോസ്റ്റർ സിൻഡ്രോം ഉണ്ട്, അതുകൊണ്ടാണ് അയാൾ അതിന്റെ പുറകെ പോകുന്നതും മറ്റുള്ളവരെ നിർബന്ധിക്കുന്നതും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, പെർഫെക്ഷൻ ഈസ് ആൻ ഇല്യൂഷൻ. അത് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. എവിടെയും മിസ്റ്റേക്ക് പറ്റും. പക്ഷെ മിസ്റ്റേക്ക് പറ്റുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് എക്സ്പെരിമെന്റേഷൻ ഉണ്ടാകും, പ്രോഗ്രസ് ഉണ്ടാവും, നമ്മൾ മിസ്റ്റേക്സിന് ലേൺ ചെയ്യും, ഗ്രോത്ത് ഉണ്ടാവും. അപ്പം ഞാൻ ചോദിക്കാൻ കാരണം പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ആർട്ടിസ്റ്റ് ഒരു വലിയൊരു സ്റ്റാച്യു ഉണ്ടാക്കിയതിന് ശേഷം എല്ലാം കഴിഞ്ഞു, സ്റ്റാച്യുവിന്റെ പണി മുഴുവൻ കഴിഞ്ഞിട്ട് ദെൻ വൺ ഡേ ആൾക്കാർ കാണുകയാണ് അയാൾ ആ സ്റ്റാച്യു മുഴുവൻ തല്ലി പൊളിക്കുകയാണ്. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ അതില് എവിടെ അങ്ങാണ്ട് ഒരു ചെറിയൊരു വിരലിന്റെയോ മൗത്തിന്റെയോ കണ്ണിന്റെയോ ഏതോ ഭാഗത്ത് ശരിയായില്ല. അത് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവര് പറഞ്ഞു അത് അറിയില്ലല്ലോ, അത് വളരെ വളരെ മിനിമലാണ്, അത് കണ്ടുപിടിക്കാൻ വിഷമമാണ്. പക്ഷെ ഇയാൾ പറയില്ല, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഐ വാണ്ട് ടു ബി പെർഫെക്റ്റ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, ചില ആൾക്കാര് അവരുടെ പെർഫെക്ഷനിസത്തില് ഉറച്ചു വിശ്വസിക്കുന്ന ചില ആൾക്കാരുണ്ട്. ആൻഡ് ദേ വാണ്ട് ദെയർ പിയേഴ്സ് ഓർ ദെയർ കളീഗ്സ് ഷുഡ് ഓൾസോ ബി ലൈക്ക് ദാറ്റ്. ഈവൻ ഫാമിലിയിൽ വരെ കണ്ടിട്ടുണ്ട്. ചില പാരന്റ്സ്, ഫാദറോ മദറോ ആരെങ്കിലും ആയിക്കോട്ടെ, മക്കളെ ആ ഒരു നിലയ്ക്ക് വളർത്താനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അവർ വിചാരിക്കണ പോലെ തന്നെ ആ ചിട്ടയോടെ കൂടെ ഉള്ള ജീവിതമായിരിക്കണം മക്കളും ഫോളോ ചെയ്യേണ്ടതെന്നുള്ള ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട്. അത് എല്ലാപ്പോഴും സംഭവിക്കല്ല, എനിക്കറിയാതെ. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. ആൻഡ് ഞാൻ ജസ്റ്റ് ഒരു അഭിപ്രായം ചോദിച്ചതേ ഉള്ളൂ. താങ്ക് യു മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു എന്തായാലും. ഓക്കെ, ആ കുട്ടികളെ നമ്മൾ അത്ര ആങ്സൈറ്റി സ്ട്രെസ് കൊടുക്കുകയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഈ പെർഫെക്ഷന്റെ കൂടപ്പറപ്പാണ് ഇതൊക്കെ. അത്ര അവരുടെ ഗ്രോത്ത് നമ്മൾ റിട്ടാർഡ് ചെയ്യുന്നുണ്ട്. അവര് എന്തോരം ബേൺഔട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. എനിക്കിത് വൃത്തിക്ക് പറയാൻ പറ്റുന്ന എന്താ പറയുക, ഞാനൊരു പക്ക പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു. ഞാൻ പിന്നെ ഇതൊക്കെ ഓവർകം ചെയ്തിട്ടാണ് വന്നത്. കുറെ കാലം എടുത്തെങ്കിൽ കൂടി എനിക്ക് കൊടുക്കേണ്ടി വന്ന വില എനിക്കിന്ന് നന്നായിട്ട് അറിയാൻ പറ്റും. എന്റെ എത്രയോ വർഷങ്ങൾ, എത്രയോ സമയം എനിക്ക് ഉണ്ടാക്കാമായിരുന്ന അച്ചീവ്മെന്റ്സ്, അക്കംപ്ലിഷ്മെന്റ്സ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു മിഷനായിട്ട് എടുത്തേക്കണത്. സാർ പറഞ്ഞ ഒരു സ്റ്റോറിന്ന് നമുക്ക് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ ഒരുപാട് എഫേർട്ട്, ഒരുപാട് പണം, സമയം, മണി ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു സ്റ്റാച്യു വന്നത്.
ആ സ്റ്റാച്ചു കണ്ടു നിന്ന ആളുകളൊക്കെ എൻജോയ് ചെയ്തിരുന്നു. ഇനി കാണാൻ വരുന്ന ആളുകൾ എൻജോയ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ജസ്റ്റ് ബിക്കോസ് ഓഫ് എ പെർഫെക്ഷൻ ആ ഒരു പേഴ്സന്റെ പെർഫെക്ഷൻ മാത്രം കാരണം കൊണ്ട് എന്താ സംഭവിച്ചത്? ആ നല്ലൊരു കാഴ്ച വസ്തു നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞതിൽ വളരെ എന്താ പറയാ സങ്കടം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു റിയൽ സംഭവം ഉണ്ടായത്, പാരന്റ്സിന്റെ കുട്ടി റാങ്ക് വാങ്ങണം, എപ്പോഴും നമ്പർ 1 ആവണം. സ്കൂളിൽ അങ്ങനെയായിരുന്നു, 10th അങ്ങനെയായിരുന്നു, കോളേജിൽ അങ്ങനെയായിരുന്നു, യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് വന്നപ്പോഴൊക്കെ അങ്ങനെ ആയി, ജോലിയിലും അങ്ങനെ ആവണം. അവസാനം ആ കുട്ടി സൂയിസൈഡ് ചെയ്യണം. ഇതാണ് യഥാർത്ഥത്തിൽ പെർഫെക്ഷൻ കൊണ്ട് സംഭവിക്കുന്നത്. അതേസമയം നമ്മൾ പ്രോഗ്രസ്സിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു ക്യാപ്സ്യൂൾ ആയിട്ട് നമുക്ക് എപ്പോഴും നമ്മൾക്ക് ഒരു കാര്യം ഒരു ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് അതൊരു എന്താ പറയാ ഓർക്കാൻ എളുപ്പമുണ്ടാവും, കൊണ്ടു നടക്കാൻ എളുപ്പമുണ്ടാവും, എൻജോയ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. സോ വി ക്യാൻ കീപ്പ് എ ഫോർമുല ലൈക്ക് പ്രോഗ്രസ് ഈസ് ഈക്വൽ ടു ഹാപ്പിനെസ്. അത് നാച്ചുറലി സംഭവിക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടെങ്കിൽ നമുക്കൊക്കെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, സംതൃപ്തി ഉണ്ടാവും. അത് ശരിക്കും നമ്മൾ ഒരു ഫോർമുല ആയിട്ട് തന്നെ എഴുതി വെക്കുക എവിടെയെങ്കിലും, പ്രോഗ്രസ് ഈക്വൽ ടു ഹാപ്പിനെസ്. അപ്പൊ അത് കാണുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ പ്രോഗ്രസ് ഒക്കെ അറിയാതെ നമ്മൾ എന്ത് ചെയ്യും, സെലിബ്രേറ്റ് ചെയ്യും. അത് നമ്മുടെ ലൈഫിൽ ഭയങ്കര ചേഞ്ചസ് ഉണ്ടാക്കും, ഗ്രോത്തിൽ ഭയങ്കര ചേഞ്ചസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ സാറിന്റെ ആ ഒരു സംഗതി കേട്ട് കഴിഞ്ഞപ്പോൾ. Thank you, sir. Thank you. വെൽക്കം. So, next. ഹലോ Irshad sir. ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. മാം പറയുന്നതിൽ ഒന്നും കണ്ടിട്ടില്ല. ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ കേൾക്കാമോ? ഓ കേൾക്കാം. കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. മാം, ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നത് മാം തെറ്റിദ്ധരിക്കരുത്, ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് അധ്യാപകരിലാണ്. അല്ലേ? എന്താ മാമിന് ഇതിനോടുള്ള അഭിപ്രായം? തീർച്ചയായിട്ടും കാരണം നമ്മളിപ്പോ ഈ PTA മീറ്റിങ്ങിന് പോകുമ്പോഴും അതുപോലെ തന്നെ നമ്മള് ട്രെയിനിങ് സെഷനിലൊക്കെ അങ്ങനത്തെ ഇതൊക്കെ ആവുമ്പോ ഇവര് ഇതുകൊണ്ടും ഒരു പെർഫെക്ഷൻ ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയോ മനോഭാവമാണ്. അത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകണം. ഇതിനെന്ത് മാറ്റം ചെയ്യാനാണ് പറ്റുന്നത്? എന്താണ് അതിനൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക? അതിൽ നിന്നും ഔട്ടായിട്ട് പുറത്തു വന്നിട്ടുണ്ട്, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഞാൻ കുറെ കാലം അധ്യാപക വൃത്തിയിലായിരുന്നു. ബേസിക്കലി ഐ എം എ ടീച്ചർ ബൈ പ്രൊഫഷൻ. ഞാൻ ശരിക്കും ടീച്ചറാണ്. തുടക്കത്തിൽ ഞാൻ ഇങ്ങനെയായിരുന്നു, പിന്നെ ഞാൻ മാറി. ഇപ്പൊ ഞാൻ എങ്ങനെ പറഞ്ഞാലും എൻ്റെ മക്കളുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ മകന്റെ ഓപ്പൺ ഹൗസ് ഉണ്ടായത്. ഞാൻ പേപ്പർ വാങ്ങി, ഞാൻ ആ ഫയല് തുറന്നിട്ടില്ല. ഞാൻ ഓരോ ടീച്ചേഴ്സിന്റെ അടുത്തും പോയി. അവരാണ് എന്നോട് ചോദിക്കുന്നത് മാർക്ക് എത്ര. എനിക്ക് മാർക്ക് അറിയേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ അതിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എനിക്കറിയാം അവന് കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അപ്പോ അത് നമ്മൾ പോയിട്ട് പറയാ. ഞാൻ പറയാറുണ്ട്, ഞാൻ പ്രിൻസിപ്പളിന്റെ അടുത്ത് പറയാറുണ്ട്, ചെന്നിട്ട് പറയാറുണ്ട്, സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. കാരണം AI-ന്റെ ലോകമാണ് വരുന്നത്. ഈ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ശരിക്കും ബ്രോക്കൺ ആണ്, പ്രോസസ്സ് ബ്രോക്കൺ ആണ്. എന്തൊക്കെ പറഞ്ഞാലും അതിന് എന്ത് വിവാദം ആയാലും വേണ്ടിയില്ല, പ്രോസസ്സ് ബ്രോക്കൺ ആണ്. കാരണം അത് ട്രൈ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഒരുപാട് സ്റ്റേറ്റ് സിലബസ് ആയാലും സെൻട്രൽ സിലബസ് ആയാലും അവർ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ അതേപോലെ ഇംപ്ലിമെന്റ് ചെയ്യാനോ എക്സിക്യൂട്ട് ചെയ്യാനോ നമ്മളെ ടീച്ചേഴ്സിനോ നമ്മുടെ സ്കൂളുകൾക്കോ അതിന് പറ്റുന്നില്ല. ഇപ്പോഴും പ്രോജക്ട്സ് കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് വല്ലവരോടും വരച്ചിട്ട് കൊണ്ടുവരാനോ, അല്ലെങ്കിൽ ഇപ്പോഴും അമ്മമാരൊക്കെ തന്നെയാണ് പ്രോജക്ട്സ് ഉണ്ടാക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ ഇവര് സിലബസ് മാറ്റിയത്? അപ്പോ നമ്മളത് പറയാം. അപ്പോ അതുകൊണ്ട് ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോ എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് മറ്റു പാരന്റ്സിനോടുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയാം. അപ്പൊ അങ്ങനെ എല്ലാവരും പറഞ്ഞു തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മൈൻഡ് സെറ്റിൽ മാറ്റം വരും. Thank you. Okay, Shandira ma'am.
ആരോ പറഞ്ഞു. ഓക്കെ, പറഞ്ഞോളൂ. ആരായിരുന്നു? സർ ഞാൻ മിനിയല്ലേ മാം. അൺഫോർച്ചുനേറ്റ്ലി ഐ ആം നോട്ട് ഇൻ എ പൊസിഷൻ ടു ഓപ്പൺ ദി വീഡിയോ. അപ്പൊ എന്റെ ഡൗട്ട് ഇതാണ്, നമുക്കിപ്പോ ഇമ്പോസ് സിൻഡ്രോം ആണല്ലോ ഇതിന്റെ ഒരു ഇതായിട്ട് പറയുന്നത്. അപ്പൊ ഈ ഇമ്പോസ് സിൻഡ്രോം നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? അതിനിപ്പോ മാം ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന ഇപ്പോ സ്ട്രാറ്റജീസ് ഫോർ ഫോക്കസിങ് ഓൺ പ്രോഗ്രസ് എന്നുള്ള 2-3 പോയിന്റ്സ് മാം പറഞ്ഞു. അത് നമ്മള് പിന്നെ നമ്മളുടെ ഡെയിലി ലൈഫിൽ കൊണ്ടുവരുന്നതോട് കൂടി നമുക്ക് ഈ ഒരു ഓവർ പെർഫെക്ഷൻ എന്നുള്ള ആ ഒരു ഇത് നമ്മളെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുമോ? അല്ലാതെ പെർഫെക്ഷൻ മാറ്റുന്നതിന് മാത്രമായിട്ട് നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ മറ്റെന്തെങ്കിലും സ്ട്രാറ്റജീസ് കൂടി നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം. പിന്നെ മറ്റൊന്ന്, എനിക്കിപ്പോ അധ്യാപകരുടെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പൊ ജെൻഡർ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പൊ പുരുഷന്മാരെക്കാൾ കൂടുതൽ വനിതകള് പെർഫെക്ഷന്റെ കാര്യത്തില് എന്താ പറയാ, അവര് കൂടുതൽ സ്വയം തന്നെ കമ്പൽ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ വീട്ടിലാണെങ്കിലും ഒക്കെ തന്നെ കാര്യങ്ങൾ ചെയ്ത് ഓഫീസിലേക്ക് ഇറങ്ങുന്ന കാര്യത്തില് എല്ലാം ക്ലീൻ ആയി കഴിഞ്ഞെങ്കിൽ മാത്രം, ഇപ്പൊ അടുക്കളയൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അത് എന്താന്ന് പറഞ്ഞാൽ വനിതകൾ തന്നെ തലമുറകളായി കമ്പൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് കൂടുതലും സ്ത്രീകൾ തന്നെയല്ലേ ഈ ഒരു ഓക്കെ, ഇതിന് ഞാൻ എന്റെ സ്റ്റോറി പറയാം. ഞാൻ ആദ്യം വിമനെയാണ് ടാർഗറ്റ് ചെയ്തത്. വിമനെ എംപവർ ചെയ്യുക, അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കുകയാണ് മിഷനായിട്ട് എടുത്തത്. അപ്പൊ അത് അനലൈസ് ചെയ്ത് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് കാണാൻ പറ്റിയതാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം പ്രൊഫഷണൽ പ്ലേസിൽ, എസ്പെഷ്യലി മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഏരിയയിലും സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഇനി വേൾഡ് സിനാരിയോ എടുത്തു നോക്കിയാലും ഡാറ്റ നോക്കുമ്പോൾ സ്ത്രീകൾക്കാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാനത് ഒന്നുകൂടി നാരോ ഡൗൺ ചെയ്തിട്ട് ഇമ്പോസ്റ്റർ സിൻഡ്രോം മാത്രം എടുക്കാൻ ഞാൻ ആദ്യം അവരുടെ സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളിലും നോക്കി. അപ്പൊ ഇത് ആരും അഡ്രസ് ചെയ്യാത്ത ഒരു പ്രോബ്ലം ആയിട്ട് കാണുകയും പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ ഞാൻ അതിന്റെ എന്താ പറയാ ലോഡ് ഓഫ് ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് തന്നെ പറയാം, അങ്ങനെ ഒരാളാണെന്ന് പഠിക്കുകയും അതിൽ നിന്ന് ഓവർകം ചെയ്യുകയും അതൊരു മിഷനായിട്ട് ഏറ്റെടുത്ത് ബാക്കിയുള്ള സ്ത്രീകളെയും ബാക്കിയുള്ള ജനങ്ങളെ അതിന്റെ അവയർനെസ് കൊടുക്കുന്നത് ഒരു മിഷനായിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ ഇപ്പം ഈ രംഗത്തുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. സ്ത്രീകൾ ഒരുപാട് നിങ്ങൾ പറഞ്ഞ പോലെ വീട്ടിൽ മാത്രമല്ല ജോലി സ്ഥലത്തും ഒരുപാട് ഈ പ്രശ്നങ്ങൾ നേരിടുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഡാറ്റ നോക്കിയാൽ അങ്ങനെയാണ് കാണാം. ആൻഡ് ഇറ്റ്സ് ദ ട്രൂത്ത്. താങ്ക് യു മിനി. ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ടുണ്ടാവും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഇനി നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഉണ്ടാവും. സാറേ ഒരു ക്വസ്റ്റ്യനും കൂടെ ഒരു ചെറിയ ഡൗട്ട്. ഹലോ മാം, നേരത്തെ പറഞ്ഞല്ലോ ഈ പ്രൊക്രാസ്റ്റിനേഷൻ അല്ലേ? വലിയൊരു വേർഡൊക്കെ തന്നെയാണ്. ഈ പ്രൊക്രാസ്റ്റിനേഷൻ ഒരു ബാഡ് ഹാബിറ്റ് ആണെന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതിന്റെ റെമഡി എന്തെങ്കിലും ഉണ്ടോ? ഈ സംഭവം ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാനുള്ള, എസ്പെഷ്യലി എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മള് ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ വളരെ ചെറിയൊരു ഏരിയ മാത്രമേ ഞാൻ ഇന്ന് ഈ പ്രോഗ്രസ് വേഴ്സസ് പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സംഭവത്തിലൂടെ ചെയ്തിട്ടുള്ളൂ. ഇത് മാറ്റിയെടുക്കാൻ നമ്മൾക്ക് ചിലപ്പം സാധാരണ കോഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തെ തന്നെ മാറാറുണ്ട്. ഒന്ന് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുക. പ്രോഗ്രസ്സിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് പ്രൊക്രാസ്റ്റിനേഷൻ മാറും. എങ്ങനെയെങ്കിലും അത് ചെയ്യണമെന്നല്ലോ എന്തായാലും. അപ്പൊ എങ്ങനെയെങ്കിലും അങ്ങ് ചെയ്തേക്കാം, മിസ്റ്റേക്ക് വരും എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ പ്രൊക്രാസ്റ്റിനേഷൻ ഓട്ടോമാറ്റിക്കലി മാറാൻ സാധ്യതയുണ്ട്. പിന്നെ അതല്ല, അത് വല്ലാതെ നമ്മളുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലാവുമ്പോൾ കംപ്ലീറ്റ് ഇതിന് വേണ്ട തെറാപ്പികൾ ഉണ്ട്. നമ്മള് സെഷൻസ് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നമ്മളൊരു അരമണിക്കൂറിലെ ഒരു പോയിന്റാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്.
ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരുപാട് സിംറ്റം തന്നെ ഒരുപാട് മണിക്കൂറുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. അത് കേട്ട് റിയലൈസ് ചെയ്യുമ്പോഴാണ് ഇത് എനിക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇതിൽ ഏത് ഭാഗമാണ് എനിക്കുള്ളതെന്ന് തിരിച്ചറിയാം. ആ തിരിച്ചറിവിനനുസരിച്ചുള്ള ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അത് തുടർന്നുള്ള സെഷനുകൾ വരുന്നുണ്ട്. ഫെബിൻ മാമിന്റെ സെഷൻ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഗോൾ സെറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട സെഷനുകൾ വരുന്നുണ്ട്. ആ സെഷനുകളൊക്കെ മുടങ്ങാതെ നമ്മൾ അറ്റൻഡ് ചെയ്യുകയും ഇതിൽ നിന്ന് കിട്ടുന്ന എല്ലാ ടേക്ക് അവേസും നമ്മൾ എന്താ പറയുക എടുക്കുകയും അതിൽ നമുക്ക് ഏത് ഭാഗത്താണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക നോക്കുക. ഇനി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹെൽപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ ആ രൂപത്തിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിന് ബ്രേക്ക് ചെയ്തിട്ട് കറക്റ്റ് ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ചില സംഗതിയിൽ നമ്മൾ ഫെബിൻ മാം പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ തെറാപ്പിയിലേക്ക് പോകേണ്ടി വരും. മിക്കവാറുമുള്ള നമ്മുടെ മനസ്സിന്റെ മാനസികാവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു ഹിപ്നോട്ടിക് സ്റ്റൈലിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ പാരന്റ്സ് തന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് തന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ, അയൽവാസികളിൽ നിന്ന് കേട്ട കുറെ കാര്യങ്ങൾ, നല്ലത് പറയിപ്പിക്കണം, നല്ലത് ചെയ്യണം, ആൾക്കാരെ കൊണ്ട് മോശം പറയിപ്പിക്കല്ലേ, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നിരന്തരം ഇങ്ങനെ കേൾക്കുമ്പോൾ ഇത് മൂലം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു തിങ്കിങ് പാറ്റേൺ ഉണ്ട് നമുക്ക്. അതുമൂലം ഉണ്ടായ ഒരു ഹാബിറ്റ് ഉണ്ട്. അതാണ് നമ്മൾ. ഇത് ഒരു മാജിക്കൽ ഒരു സംഗതിയായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യൽ നടക്കില്ല. അപ്പം അതിൻ്റെ ആ ഒരു സ്റ്റെപ്പിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് റിയലൈസ് ചെയ്യുക, അതിന് ആക്ഷൻ എടുക്കുക, മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ചൈൽഡ്ഹുഡ് സംഗതികൾ ചില ആളുകൾക്ക് ഭയങ്കര ട്രോമ ആയിട്ടുണ്ടാവാറുണ്ട്. ചില ആൾക്കാർക്ക് അവനവൻ അറിയാതെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഗതികളുണ്ട്. ഇപ്പൊ നെക്സ്റ്റ് സെഷൻ വരുന്നത്, നമ്മുടെ അടുത്ത വെള്ളിയാഴ്ച വരുന്ന സെഷൻ ഷമീറ മാമിന്റെ ഹീലിംഗുമായി ബന്ധപ്പെട്ട സെഷനാണ്. അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കുറെ ട്രോമാസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ചില ടിപ്സും സംഗതികളും പോയിന്റുകളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ മാക്സിമം ഇത് ഗുണകരമെന്ന് നിങ്ങൾ എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ട് ഇതിൽ ഇങ്ങനെ ആ മെസ്സേജുകൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ബാക്കിയുള്ള ആളുകൾക്ക് ഈ മെസ്സേജ് എത്തിക്കുകയും ചെയ്യാം. പരമാവധി ആളുകളെ ഇത് കേൾക്കാനുള്ളത് ഫ്രീ ആയിട്ടുള്ള സെഷനാണല്ലോ, പരമാവധി ആളുകളിലേക്ക് അത് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കാം. ഇത് മാറ്റിയെടുക്കാൻ പറ്റും, ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ കുറച്ച് ലോങ് ടേം ആയിരിക്കും. അപ്പൊ ഇപ്പൊ എന്റെ അടുത്ത് വരുന്നവരൊക്കെ ഒത്തിരി ഇമ്പോസ്റ്റർ സിൻഡ്രോം, അതായത് നല്ല ഇമ്പോസ്റ്റർ സിൻഡ്രോം ഉള്ള ആൾക്കാരാണ്, ഒരുപാട് പ്രൊക്രാസ്റ്റിനേഷൻ, പെർഫെക്ഷനിസം ഉള്ള ആൾക്കാരാണ്. പക്ഷെ അവർ കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോഴത്തേനും അവർ കംപ്ലീറ്റ് 180 ഡിഗ്രി ചേഞ്ച് അവർക്ക് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത്. സർ, ഞാനായിരുന്നു സർ. ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പൊതുവെ ബോർഡർ ലൈൻ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു ഡിസോർഡർ കൂടി ഉണ്ടല്ലോ. അതായത് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുക, ഇപ്പൊ കുറച്ച് ന്യൂ ജനറേഷൻ കുട്ടികളിൽ കാണുന്ന ഒരു പ്രവണതയാണ്. ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് കുറച്ച് 1-2 മാസം കഴിയുമ്പോൾ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞ് അത് ഇട്ടിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്ത് വേറെ കോഴ്സിന്, പിന്നീട് വേറെ കോഴ്സിന്, അങ്ങനെ ഒരു ചെയിൻ ഓഫ് ഡിസ്കണ്ടിന്യൂവേഷൻ. അത് ഇത്തരം ബോർഡർ ലൈൻ ഡിസോർഡർ എന്ന് പറയുന്നത് ഈ ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രത്തിന്റെ ഭാഗമാണോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. സെൽഫ് വർത്ത് ഇല്ലാത്തത് ഇമ്പോസ്റ്റർ സിൻഡ്രോമിന്റെ ഭാഗമാണ്. ബട്ട് ഈ പറഞ്ഞ പോലെ അവർക്ക് തീരെ ക്ലാരിറ്റി ഇല്ല, അവരെങ്ങോട്ടാണ് നീങ്ങേണ്ടതെന്നതിനെ കുറിച്ചിട്ട് അവർക്ക് ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ മാറി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഐ ആം റൈറ്റ് യു ആർ നോട്ട് റൈറ്റ് സ്റ്റേജിലാണ് അവരുള്ളത്. അവരുടെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്ന അവരുടെ ഫ്രണ്ട്സ് ആണ്. പാരന്റ്സോ വേറെ ടീച്ചേഴ്സോ അവരൊന്നും പറയുന്നത് കേൾക്കാൻ, അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഏജിലൂടെയാണ് നമ്മളും വന്നിട്ടുള്ളത്. അത് ആ ഏജിന്റെ ഒരു ഹോർമോണൽ ഇതിന്റെയൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പം നമുക്ക് അത് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ക്ലാരിറ്റി കൊടുക്കുക. ഇവിടെ ഇരിക്കുന്ന സൈഫ്, ഷമീർ ആയാലും അബ്ബാസ് ആയാലും ഞാനായാലും ഒക്കെ ക്ലാരിറ്റി കൊടുക്കും. അപ്പോൾ ഇങ്ങനത്തെ മെന്റേഴ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. കാരണം അവർക്ക് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി കിട്ടുമ്പോൾ അത് ടീനേജർ ആണെങ്കിൽ കൂടി ആ സംഭവം, ആ സീഡ് നമ്മൾ എന്താ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും അവർക്ക് ആ തലയിൽ ആ സീഡ് ഇട്ട് കൊടുക്കും. പിന്നെ അത് അവിടെ വളർന്നോളും. ആ സീഡ് ഇടാൻ ആളില്ലാത്തതാണ് പ്രശ്നം. അപ്പൊ ആ സീഡ് എവിടെ നിന്ന് കിട്ടുമെന്ന് ഇന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം. പിന്നെ മൈൻഡ്രോയിഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇതിന് വേണ്ടിയിട്ടാണ് ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനത്തെ പിള്ളേരുണ്ടെങ്കിൽ മൈൻഡ്രോയിഡിൽ
നിങ്ങൾ പങ്കെടുക്കാൻ പറയാം. ഡിസംബർ 21 കാലിക്കറ്റ് പങ്കെടുക്കാൻ പറയാം. അത് അവരുടെ ജീവിതം തന്നെ ഒരു മാറ്റം വരുത്തുന്ന കാര്യമായിരിക്കും. 2025 അവർക്ക് നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ അവരിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും വേസ്റ്റ് ആവില്ല. ഓക്കെ, താങ്ക് യു ഫബീൻ മാം. നമുക്കിപ്പോ സമയമായിട്ടുണ്ട്. അപ്പൊ നമ്മള് വൈൻഡപ്പിലേക്ക് പോവാം. അപ്പോ പങ്കെടുത്ത ആളുകൾക്ക് വോട്ട് ഓഫ് താങ്ക്സ് പറയേണ്ടതുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമ്മളെല്ലാ കാര്യങ്ങളും പഠിച്ചു. ഞങ്ങൾ 4 പേരും വരുന്നുണ്ട് ഡിസംബർ 21 കാലിക്കറ്റ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഇതിന് മുമ്പത്തെ പ്രസന്റേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ മോട്ടോ എന്ന് പറയുന്നത് സെറ്റ് ഹീൽ അച്ചീവ് എന്നുള്ളതാണ്. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക മാത്രമല്ല, അത് എത്താൻ സാധിക്കാതെ എന്തുകൊണ്ടാണ്, അപ്പൊ അതിന്റെ ഹീലിംഗും അതിന്റെ പിന്നെ എങ്ങനെയാണ് ഹീൽ ചെയ്തെടുക്കുക, എന്നിട്ട് എങ്ങനെയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ എങ്ങനെ അച്ചീവ് ചെയ്യാം, അതിനെങ്ങനെ ടെക്നോളജി യൂസ് ചെയ്യാം, ഇതെല്ലാം കൂടെ മിങ്കിൾ ചെയ്ത സെഷൻ ആയിരുന്നു. ഞങ്ങൾ മൈൻഡ്രോയിഡ് എന്നുള്ള പേര് തന്നെ ഇട്ടിരിക്കുന്നത്. 2x24 എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടുകയും തന്നെയാണ്. അപ്പോ പെർഫെക്ഷൻ ഇസ് നോട്ട് എ സ്ട്രെങ്ത്, ഇറ്റ്സ് എ വീക്ക്നെസ്. നമ്മളത് പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇതിന്റെ ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടിയിട്ട് ഷമീറ ബുഖാരി മാമിനെ ക്ഷണിച്ചുകൊണ്ട് എത്തുന്നു. താങ്ക് യു മാം. ഇത് 1 ഡേ പ്രോഗ്രാം ആണോ? ഡിസംബർ 21 1 ഡേ പ്രോഗ്രാം ആണോ? യെസ്, ഡിസംബർ 21 1 ഡേ പ്രോഗ്രാം ആണോ? അതെ അതെ അതെ. 1 ഡേ ഓഫ്ലൈൻ പ്രോഗ്രാം ആണ് കാലിക്കറ്റ് വെച്ചിട്ട്. ഓക്കെ. 1 ഡേ പ്രോഗ്രാമിൽ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റുമോ സാർ? അതിന്റെ തുടർച്ചയായിട്ടുള്ള ഓൺലൈനായിട്ടുള്ള അതിന്റെ ക്ലാരിഫിക്കേഷൻസ് ബാക്കി കാര്യങ്ങളൊക്കെ അതിന്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. അല്ല, നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ മൺഡേത്തെ സാറിന്റെ പ്രോഗ്രാം ഞാൻ മിസ്സായി. ഞാൻ വന്നപ്പോൾ നേരം വൈകി, എനിക്ക് പിന്നെ അതിൽ കയറാൻ പറ്റിയില്ല. സോ ഐ വാസ് ലേറ്റ്. അപ്പൊ അതുപോലെ തന്നെ ഈ 4 നമ്മുടെ എന്താ പറഞ്ഞ എക്സ്പേർട്സിന്റെ ക്ലാസ്സസ് ചിലപ്പോൾ കിട്ടാൻ ഇല്ലെങ്കിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആൾക്കാരുണ്ടാവും. ഞാൻ എൻ്റെ ചില ഫ്രണ്ട്സിനൊക്കെ അയക്കണം, അവർക്ക് ചിലപ്പോൾ പറ്റില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് ഫ്രൈഡേ പറ്റില്ല. ഫ്രൈഡേ ഐ ആം ട്രാവലിങ്. ഞാൻ ഇവിടുന്ന് ട്രാവൽ ചെയ്യാണ്. അപ്പൊ എനിക്ക് അന്ന് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ട്രെയിനിലായിരിക്കും. ട്രെയിനിൽ ഇരുന്നിട്ട് എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതേപോലെ നമ്മൾ മിസ് ചെയ്യാറുണ്ട് ചിലപ്പോൾ. അപ്പൊ ഈ മിസ് ചെയ്യണ സമയത്ത് നമ്മൾ ഈ ഒരു ദിവസത്തെ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഈ നിങ്ങളുടെ ഇത്രയും വലിയ എന്താ പറഞ്ഞ പ്രഗത്ഭരായ ആൾക്കാരുടെ ക്ലാസ്സുകൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് അത് കൺസീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു സംശയം. ഇത് പിന്നെ നിങ്ങൾ ചോദിച്ചത് ഇപ്പൊ ഈ വെബിനാറിന്റെ സംഗതിയാണെങ്കിൽ വെബിനാറിന് ശേഷം നമുക്ക് ഈ വെബിനാറിന്റെ റെക്കോർഡിംഗ് നമ്മുടെ LMS നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റെക്കോർഡിംഗ് നിങ്ങൾക്ക് കേൾക്കാം. ഈവൻ നിങ്ങൾക്ക് മിസ്സായാൽ പോലും നിങ്ങൾക്ക് അത് റെക്കോർഡിംഗ് കാണാൻ പറ്റും. രണ്ടാമത്തത് നടക്കണതോ? യെസ്. ഓക്കെ. രണ്ടാമത്തെ ഒരു സംഗതി, നമ്മുടെ 1 ഡേ പ്രോഗ്രാം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2025 നിങ്ങൾക്ക് അച്ചീവ്മെന്റ് ഉണ്ടാക്കാനുള്ള ഒരു ക്ലിയർ ഫൗണ്ടേഷനാണ്. അത് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. അവിടെ നിന്ന് നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന ആളുകൾക്ക് കറക്റ്റായിട്ട് അവിടുന്ന് ആ 1 ഡേ പ്രോഗ്രാമിൽ അവർക്ക് പിന്നെ ക്ലാരിറ്റി ഉണ്ടാക്കുകയും അവരുടെ ഗോൾ സെറ്റ് ചെയ്യുകയും അത് അവിടുന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് അവിടുന്ന് പോവുക. പക്ഷെ ആക്ഷനിലേക്ക് വരുമ്പം സപ്പോർട്ട് വേണ്ടി വരും. അപ്പൊ ആ സമയത്ത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. അത് അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് ശരിക്കും. എനിക്ക് റെഫർ ചെയ്യണം. കുറച്ച് പേർക്ക് എനിക്ക് റെഫർ ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. എനിക്കിതുകൊണ്ട് വലിയ പ്രയോജനമില്ല. കാരണം ഞാനൊരു 72 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവാൻ പോണില്ല. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ആണ് ഇതൊക്കെ. ഞാൻ സൈഫ് സാറിന്റെ ഒരു 2-3 കൊല്ലമായിട്ട് സൈഫ് സാർ എന്നോട് പറയുന്നുണ്ട്, യു കം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. കം അപ്പ് എന്ന് പറഞ്ഞിട്ട്, സോറി. അപ്പൊ ഇതിലേക്ക് വരും, എന്തെങ്കിലും സംസാരിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ആ ഒരു ഇപ്പോഴും നേരം കിട്ടിയിട്ടില്ല. ആൻഡ് എനിക്ക് തോന്നണോ എനിക്ക് അതിന്റെ ആവശ്യം ഇല്ല. എനിക്കിത് കേൾക്കുന്നതൊക്കെ രസമാണ്. ആൻഡ് ഐ വാണ്ട് ടു റെഫർ ഇറ്റ് ടു സംബഡി മച്ച് ജൂനിയർ ടു മീ. അതുകൊണ്ട് ഞാൻ പറയണേ. അപ്പൊ അതുകൊണ്ട് അവർ ചിലപ്പോൾ ഈ സംശയം അവർ ചോദിക്കും എന്നോട്. ഈ ഇത്രയും വലിയൊരു വാസ്റ്റ് സബ്ജക്ട്സ്, 1 സബ്ജക്റ്റ് അല്ല, 4 സബ്ജക്റ്റ്, 4 പ്രഗത്ഭരായ ആൾക്കാർ എടുക്കണ ക്ലാസ് ഒരു ദിവസം കൊണ്ട് എടുത്തിട്ട് നമുക്ക് എന്താണ് നമ്മുടെ തലയിൽ കയറാന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞു. അതിന് പറ്റുന്ന രൂപത്തിൽ പ്രോഗ്രാംസ് ഉണ്ടാവും സർ. വിൻസെന്റ് സർ, ഫോളോ പ്രോഗ്രാംസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ മാഡം. ഇപ്പൊ ഒരു സാറേ, സൈഫ് സാർ മാത്രമേ എന്നെ അറിയുള്ളൂ. വേറെ നിങ്ങൾ 3 പേരും എന്നെ അറിയില്ല. സൈഫ് സാറോട് ഞാൻ പറയാണ്, നമ്മളിപ്പോ വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചു. ഞാനൊരു ചെറിയൊരു തമാശ എന്ന് പറഞ്ഞോട്ടെ.
ഓ മാഡം പറഞ്ഞേ ചെറിയ സക്സസ് പോലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. നമ്മൾ അങ്ങനെ ഡാൻസ് കളിക്കുക അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല, ബട്ട് വി ഷുഡ് സെലിബ്രേറ്റ്. നമ്മൾ ചെറിയൊരു സ്റ്റെപ്പ് പോലും നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വി ഷുഡ് സെലിബ്രേറ്റ്. അപ്പൊ ഞാൻ അതിലൊരു കഥ പറയാണ്. 2 ടീനേജേഴ്സ് ഉണ്ടായിരുന്നു. ടീനേജേഴ്സ് അല്ല, 2 ആൾക്കാർ. അവര് എപ്പോഴും അവരുടെ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞെങ്കിൽ അവർ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കണ്ടാൽ ദേ വിൽ ഗോ ആൻഡ് ഈറ്റ് വെദർ ദേ വാണ്ട് ഇറ്റ് ഓർ നോട്ട്. അവർക്കത് റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ അവരുടെ വീക്ക്നെസ് ആണ്, അതിൽ കയറി എന്തെങ്കിലും കഴിച്ചിട്ട് അവർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അവർ വിചാരിച്ചു അതിൽ കയറില്ല, ഇന്ന് നമ്മൾ ഒരു ഇത് എടുത്തു, ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ കയറാൻ പോകണില്ല. അതുകൊണ്ട് അവർ ആ ടൗണിൽ നടന്ന് ഒരറ്റം മുതൽ അറ്റം വരെ നടന്നു. ഏതാണ്ട് 10-12 റെസ്റ്റോറൻറ്റ് കഴിഞ്ഞപ്പോൾ അതിലൊരുത്ത പറഞ്ഞു, അളിയാ 12 റെസ്റ്റോറൻറ്റ് നമ്മൾ പിന്നിട്ടു, നമ്മൾ ഒരൊറ്റ റെസ്റ്റോറൻറ്റിൽ പുറം കയറില്ല, ലെറ്റ് us സെലിബ്രേറ്റ്. 13ാമത്തെ റെസ്റ്റോറൻറ്റിൽ അവർ കയറി. ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ സാറേ, അത് വിചാരിക്കരുത്. ഒരു തമാശ വേണ്ടി പറഞ്ഞു. നല്ല രസമുള്ള കഥയായിരുന്നു. താങ്ക് യു. താങ്ക് യു. So Shamira, it's your turn. ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ മൈൻഡ്രോയിഡ് ഫൗണ്ടേഷന്റെ വെബിനാർ സീരീസ് ആണ് നമ്മുടെ മൈൻഡ്രോയിഡ് 12/25 കാലിക്കറ്റ് നടക്കുന്ന പ്രോഗ്രാമിന്റെ മുന്നോടിയായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ക്ലാരിറ്റി സെഷൻസ് ആണ്, വെബിനാർസ് ആണ്. ഇതില് നമ്മുടെ 2 സെഷൻസ് ഓൾറെഡി കഴിഞ്ഞു. 2025 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഗോൾസിൽ ക്ലാരിറ്റിയോടുകൂടി ഗോൾസ് അച്ചീവ് ചെയ്യാൻ വരുന്ന ഒബ്സ്റ്റക്കിൾസിനെ ഒക്കെ നമ്മൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുക, അതിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ റിമൂവ് ചെയ്യാനുള്ള പ്രോഗ്രാംസോട് കൂടിയിട്ട്, അത് ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമാണ്, ഞങ്ങളുടെ ടീമാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അതിനേക്കാൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, നമുക്കിപ്പോൾ കഴിഞ്ഞത് 2 പവർ പാക്ഡ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. അപ്പോൾ ശരിക്കും റെസ്പോൺസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള, ഒത്തിരി എനർജറ്റിക് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചിട്ടും സിസ്റ്റം സെറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടുമാണ് സേവ് സാർ സെഷൻ എടുത്തിട്ടുള്ളത്. 2ാമത്തെ സെഷൻ നമുക്ക് ഇമ്പോസ്റ്റർ സിൻഡ്രോം ആണ്. അത് പ്രോഗ്രസ് ഓവർ പെർഫെക്ഷൻ എന്നുള്ളത്, അതിന്റെ തന്നെ ശരിക്കും അതിന്റെ അവയർനെസ്, അതിന്റെ സൊല്യൂഷൻ പാർട്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കമ്മിങ് സെഷൻസിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി വരും. നെക്സ്റ്റ് ഫ്രൈഡേ വരുന്ന സെഷനിൽ ഇതിന്റെ തന്നെ പാർട്ടായിട്ട് നമ്മുടെ ഗോൾസിലേക്ക് നമ്മൾ റീച്ച് ചെയ്യാൻ നമ്മൾ പ്രിവെന്റ് ചെയ്യുന്ന ചില ഘടകങ്ങളുണ്ട്. അത് നമ്മുടെ പാസ്റ്റ് ആണ്. 0 to 8 ഇയേഴ്സിൽ നമ്മൾ ഫോം ചെയ്യുന്ന ബിലീഫ് സിസ്റ്റം ആണ്. അപ്പൊ അതിലുള്ള കൂടുതൽ അവയർനെസ്സും അതിലേക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള സ്റ്റെപ്സും അതിലേക്ക് നമുക്കുള്ള സൊല്യൂഷൻ പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും നമ്മുടെ സെഷൻ. അത് ഞാൻ വിമൻസ് എന്റെ പേര് ഷമീറ ബുഹാരി, കുറെ പേർക്കൊക്കെ എന്നെ അറിയാം. സെഷന്റെ എന്റെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് വിമൻസ് ക്ലാരിറ്റി കോച്ച് ആണ്. സോ അടുത്ത സെഷനിൽ നമുക്ക് കാണാം. കമ്മിങ് സെഷനിലെല്ലാം തന്നെ നിങ്ങൾ ഇതേ ഒരു എനർജിയിൽ തന്നെ പങ്കെടുക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഈ ഒരു സെഷൻ കൊണ്ട് ഹെൽപ്പ് ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന എല്ലാവർക്കും തന്നെ ഈ സെഷൻ ലിങ്ക് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു റിക്വസ്റ്റും കൂടെ ഉള്ളത്, നമ്മുടെ ഒരു ഗ്രൂപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സെഷന്റെ ഫീഡ്ബാക്സ്, നിങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവുക. ആ ഡൗട്ട്സ് ചോദിക്കുക, ഫീഡ്ബാക്സ് ഷെയർ ചെയ്യുക. കാര്യം നമുക്ക് അറിയുന്ന പോയിന്റ്സ് ആയിരിക്കില്ല, നമ്മൾ കൺസീവ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവുക. അപ്പൊ അത് ഡിസ്കഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറെ കൂടുതൽ അതിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാനും അത് എന്താ പറയാ അതിനെ എംബോഡി ചെയ്യാനും ഒക്കെ പറ്റും. അതുകൊണ്ട് തന്നെ കമ്മിങ് ഡേയ്സിൽ നമുക്ക് കാണാം. ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ട്രെയിനേഴ്സിന് എസ്പെഷ്യലി ഫെബിന്, കോച്ച് ഫെബിന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് സേഫു സർ, ബസ് സർ, ആൻഡ് ഫ്രൈഡേ കാണാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. Thank you, leaders. Thank you all. Thank you all. Good night. Thank you everybody. Thank you all. Thank you all. Thank you very much. Thank you. Good night.